എല്ലാവർക്കും മുത്തുവേളിലേക്ക് സാധാ. അപ്പൊ നമ്മളിന്ന് നാളെ വീട്ടിലൊരു വലിയ അക്വേറിയങ്ങളൊക്കെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് സുഹൈൽക്കാക്കൂന്റെ അക്വേറിയം ഷോപ്പ് കണ്ടുപോണ്. അപ്പൊ നമ്മള് സുഹൈലാക്കൂന്റെ അക്വേറിയത്തിൽ കണ്ടുപോണ്. നമുക്ക് പോവാം. അവിടെ എത്തിയില്ല വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മള് കടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ആയിട്ടാണ്. നമ്മളെ അക്വേറിയൊക്കെ ഫോൺ വിളിച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. നാളെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളിത് പോവുകയുണ്ടോ. അപ്പം എന്തായാലും വണ്ടിയിലൊക്കെ കയറുന്നുണ്ട്. സ്വത്തൊക്കെ ഫസ്റ്റ് തന്നെ പൊത്തി പിടിച്ച് കയറിയിട്ടുണ്ട്. ഷോപ്പിൽ എന്തൊക്കെ പെറ്റ്സല്ലെന്ന് നമ്മക്കറിയില്ല. അപ്പം നമ്മൾ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കണത്. ഇവിടുത്തെ കാക്കു നമ്മളോട് അങ്ങോട്ട് ചെന്ന് കാണാനാ പറഞ്ഞ് മീനുകളൊക്കെ സെലക്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ മീനിൻ്റെ വാൽമ പെർഫ്യൂംസ് സെറ്റാക്കി എഴുതിയിട്ടുണ്ട്. മിന്നി തിളങ്ങാണ് കട. കേരളത്തിലെ ഏറ്റവും വലിയ അക്വേറിയം ഉള്ളത് ഈ കടിയിലുണ്ടോ. എല്ലായിടത്തും പോയി കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയിട്ട് അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ വെച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയുണ്ടോ. പിന്നെ അവിടെ ഇഷ്ടംമാതിരി പോണ്ടേട് കിടക്കുന്നുണ്ട്. ഇതിലൊന്നും മീനുള്ള ശ്രംസളെ ഇതാണ്. പിന്നെ മീനുകളെ തീറ്റയും ഫിൽറ്ററും ഇതൊക്കെയാണ് ആ കടിയിൽ. നമ്മൾ കുറേ മീനുകൾ നോക്കി അലിഗേറ്ററും ആരാമ്യമ്മയും എല്ലാം ഇതും ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാണാൻ രസമുള്ള മീനാണ്. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ കണ്ണിനെ പിടിച്ചെടുക്കാൻ പറ്റിയ മീനാണ് ഗോൾഡൻ ഫിഷ്. അപ്പൊ നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ അക്വേറിയത്തിലേക്ക് സെറ്റ് ആവുന്ന മീനുകളെ നമ്മൾ എടുത്തിട്ടോ. അപ്പൊ നമുക്ക് അറിയണ മീനുകളെ നമ്മൾ പരിചയപ്പെടുത്തി തരാട്ടോ. ഗോൾഡ് ഫിഷ്, പിന്നെ അതിന്റെ പേര് 54,800 രൂപയുടെ മീനാണ്. മുയ്ക്കുട്ടികളല്ല, വാളക്കുട്ടി എന്തൊക്കെ പറയുന്നത്. പിന്നെ ഇവിടുത്തെ കുറച്ച് കളർ മീനുകളൊക്കെ ഉണ്ടോ. പിന്നെ ഇതിന്റെ അടിയിലും കുറെ മീനുകളൊക്കെ ഉണ്ട്. ഇതിന്റെ എന്താണ് അലിഗേറ്ററിന്റെ കുട്ടി. പിന്നെ ഇതൊരു ഒച്ച മരുന്നൊരു സാധനമാണ്. ഇത് ഉണ്ടായിക്കുന്ന അണുക്കളൊന്നും ഉണ്ടാവില്ല എന്ന് അക്വേറിയത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഷെല്ലാണ്. ഇതിങ്ങനെ ഒരു പല്ലുണ്ട്. പിന്നെ അങ്ങനെ തന്നെ. പിന്നെ ഇത് കളർ ഗപ്പിമാരുടെ ഓരോ ഐറ്റങ്ങളുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നിട്ട് വേറെ അറിയില്ല. ഇതാണ് 4,800 രൂപയുടെ മീന്. അപ്പങ്ങളെടുത്ത് നമ്മക്കെങ്ങനെ ഈ മീനുകളൊക്കെ പേരറിയണത്. നമ്മളെപ്പോഴും ഇങ്ങനത്തെ വീഡിയോകളും ഫിഷിങ്ങിൻ്റെയും എന്താ പറയുക മീൻ പിടുത്തക്കാരിയും എല്ലാതിൻ്റെയും വീഡിയോസൊക്കെ കാണും. പെറ്റ് സെക്ഷൻ്റെയും അങ്ങനെ കുറേ വീഡിയോസാണ് നമ്മൾ കാണാറ്. അപ്പം നമുക്ക് ഇതിലറിയണ ഏകദേശം മീനുകളൊക്കെ പേര് നമ്മക്കറിയാം. പിന്നെ അടിപൊളി കടയുണ്ട്. അത് ഇഷ്ടമാതിരി മീനുണ്ട് ഗൈസ്. ഇഷ്ടമാതിരി എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാർക്ക് വന്നാലും കുറഞ്ഞ വിലക്ക് കൊടുക്കും. പിന്നെ ഇത് നീലവാഹയാണ്. നീലവാഹ. പിന്നെ ഇത് എക്സെപ്റ്റീവായ ബലൂൺ മീനാണ്. ഇവിടെ ഒന്നും കിട്ടൂല, റയറാണ്. പിന്നെ ഇതാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അക്വേറിയം കേട്ടോ. ആകെ ഈ കടയിൽ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ പേര് ഞാൻ മറന്നു. ഇതിലൊരു നീലവാഹ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയത്തിൻ്റെ ഞാൻ പേര് മറന്നു. മേലെ കടക്കണീൻ്റെ കുട്ടിയാണിത്. പിന്നെ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അക്വേറിയം. അതിൽ കുറേ മീനുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി മീനുകളുണ്ട്. അപ്പം ഈ അക്വേറിയം എത്ര സെൻറ്റിമീറ്ററാന്ന് നമ്മൾക്ക് തന്നെ അളന്നാൽ കഴിയൂല. അവിടുത്തെ കാക്കുമാരൊക്കെ കുറേ പണിയെടുത്തിട്ടാണ് ആ അക്വേറിയം സെറ്റ് ചെയ്തത്. പിന്നെ നമ്മളെ അക്വേറിയം വൈകി വരുത്. പിന്നെ അവിടെ ഉള്ള ഒരു പാമ്പാണ്. അതിന് നമ്മൾ കയ്യിലൊക്കെ ഷോർട്സ് നമ്മൾ ഇട്ടിരുന്നു. പിന്നെ അവിടെ കുറേ മീനുകളും ഈ മീൻ നമ്മൾ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ സ്വത്ത് യോന്നൊക്കെ കാട്ടുന്നുണ്ട്. ബ്രീഡിങ്ങിൻ്റെ സെക്ഷനാണ്. ആരെയും കാട്ടി കയറ്റിയിടുന്നില്ല. നമുക്ക് പിന്നെ ആ കാക്കൂനോട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് നമ്മൾ താല്പര്യം കാരണം ആൾ കയറ്റി. പിന്നെ നമ്മൾ പ്രസവിക്കാനായ മീനുകളെ കണ്ടു. പിന്നെ ആൾ നമുക്കൊരു ഇതിനെ ഫ്രീ ആയി തന്നിട്ടോ. ശ്രംസിനെ മറ്റേ ശ്രംസാണെന്ന എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ പേര് മറ്റേ ചെമ്പിമായിരിക്കണേ സാധനം. പിന്നെ നീലവാഹി മറ്റേ സാധനമൊക്കെ കിടക്കണതിന് പോണ്ടും. പിന്നെ ആ നീലവാഹിനെ നടു വളഞ്ഞിരിക്കണ ആൾ പറഞ്ഞു അലിഗേറ്റർ കടിച്ചാന്ന് കേട്ടോ.
ഭയങ്കര വലിയ സാധനമാണ്. പക്ഷെ എന്താ പറയുക, അലിഗേറ്ററിൻ്റെ തൊള്ളിപ്പെട്ട് അതിന് നട്ടലൊടിഞ്ഞ് ചികിത്സ കാരണം രക്ഷപ്പെട്ട്. കണ്ടമാന സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഡെലിവറി ഒക്കെ ചെയ്തൊരു മീനുകളെ. പിന്നെ ഇതിൽ ഷാർക്കും വൈറ്റ് ഷാർക്കും ബ്ലാക്ക് ഷാർക്കും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ലോകത്തിലുള്ള ഒരുവിധ മീനുകളും ഇവിടെ ലഭിക്കും. നമ്മൾ കണ്ടിയിലല്ലാതും ഞാൻ കണ്ടിയില്ല എല്ലാ മീനുകളും ഇതിലുണ്ട്. നമുക്ക് പിന്നെ എല്ലാ മീനുകളെയും ഞാൻ കാണുകയും ചെയ്തിക്കണു. അപ്പം നമ്മൾ യൂട്യൂബ് കണ്ട മീനുകളൊക്കെ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിട്ടോ. ഞാൻ അതിനു മുമ്പേ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചില മീനുകളൊക്കെ കണ്ടുപോകും, ചില മീനുകളൊന്നും ഞാൻ നേരിട്ട് കണ്ടില്ല കേട്ടോ. അതിൽ ഒട്ടുമിക്ക മീനുകൾ ഇവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റി. കാരണം എന്താ പറഞ്ഞാൽ യൂട്യൂബ് കാണുന്ന മീനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയുക. പിന്നെ ഇവിടെ പട്ടികളെയും പൂച്ചൻ്റെയും എല്ലാം അതിൻ്റെ ഫുഡൊക്കെ ലഭിക്കും. പാമ്പിൻ്റെയും ആമൻ്റെയും 2-3 തലല്ലേ ആമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ടേണ്. പിന്നെ അവിടുത്തെ ആ കാക്കുവാ കണ്ടോ, ആളത്തെ ഞങ്ങളെ കമ്പനി ആളെ പക്ഷേ കാണാനില്ല. ഇത് പിന്നെ നീലവാഹയാണ്. പിന്നെ ആളടുത്ത് സ്വത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പാമ്പിനൊക്കെ മേത്തൊക്കെ നിന്ന്. എന്നിട്ട് ആളെ നിർബന്ധിപ്പിച്ചു. ആള് ആയിക്കോട്ടെ ഞങ്ങളെ. പിന്നെ സ്വത്തുവിൻ്റെ മേത്ത് തായപ്പോൾ എക്സ്പ്രഷൻ കാണിയിരുന്നു. ആ ചെക്കൻ പേടിച്ച് ഫസ്റ്റ് തന്നെ ആരാ കുടിച്ചു. പിന്നെ സ്വത്തിൻ്റെ കഴിഞ്ഞ എനിക്കൊരു എക്സ്പ്രഷൻ ഉണ്ടല്ല. നമുക്കൊരു എന്താ പറയുക, തെർമാക്കോളുമല്ല ഇങ്ങനെ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടാവില്ല, നമുക്ക് തൊണ്ണൊരു ഫീലായിരുന്നു. പിന്നെ സ്വത്തുവിൻ്റെ കയ്യിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്തിരി നേരം ഞാൻ ഇരുത്തി. അപ്പം എല്ലാവർക്കും ഒരു ധൈര്യം കാണുമ്പോൾ അത് പിടിച്ച് ശീലമുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പണ്ടുതലെ ധൈര്യശാലയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നുമില്ല. പിന്നെ സ്വത്തുക്ക് ഭയങ്കര പേടിയായിട്ട് ആടിന്ന് തൊട്ടു കുഞ്ഞു കൊടുക്കായിരുന്നു. പനിയായ കുട്ടികളൊക്കെ എങ്ങനെ തൊട്ടു കുഞ്ഞു കൊടുക്കൂല, ഏമായിരുന്നു പാവം. അപ്പൊ സ്വത്തുവിന്റെ കൗത്തിലിട്ടിട്ട് ആകെ പേടിച്ചു തൂറി. പിന്നെ അപ്പളാ എനിക്കൊരു ബൾബ് എത്തിൻ്റെ കൗത്തിലുണ്ടെന്ന്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പേടുന്നില്ല. നമ്മൾ പിന്നെ അതിനെ തൊട്ടു ഇഞ്ഞിൻ്റെ കൗത്തിലൊക്കെ ഇട്ട് സ്വന്തം മക്കളെ പോലെ അതിനെ നോക്കി. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് സോഡ കുടിച്ചാൽ കയറിട്ടോ. അക്കോരത്തിലുള്ള വിശേഷങ്ങളാ കഴിഞ്ഞിട്ട് പിന്നെ കാണാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അടുത്ത് ബൈ.